അതെ, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഞാനൊരു കോംപ്രമൈസിന് തയ്യാറല്ല. അതിന് വിഷ്ണുഗുപ്തൻ വേറെ ജനിക്കണം. ശരി, ഓക്കെ. ക്യാമറ മുകളിൽ വെച്ച് കുട എടുത്തോ, ഞാനിവിടെ കൊണ്ട് വെച്ചോണ്ടിരുന്ന വെയിലത്തിരിക്കാണ്. വെയിലത്ത് ഈ സിനിമയിലെ നായകനാണ് ഞാൻ. അതൊക്കെ കൊറോണയ്ക്ക് മുമ്പ്. കൊറോണയ്ക്ക് ശേഷം ഞാൻ നായകനായിട്ടാണ് അഭിനയിക്കുന്നത്. കുടം വെച്ചോണ്ടെങ്കിൽ ക്യാമറ മുകളിൽ കുട വേണ്ട. ഇവിടെ വെയിലത്തിരിക്കുന്ന എനിക്കല്ലേ കുട വേണ്ടത്, ക്യാമറയ്ക്ക് വേണ്ട കുട. ഇതിന്റെ വില എന്താ തനിക്കറിയോ? എനിക്കെന്ത് വില അതൊക്കെ ഒരു വിലയില്ല. അയാള് ഭയങ്കര മുടയാണ്, വന്നപ്പോ മുതൽ മുടയാണ്. ഒന്നിങ്ങോട്ട് വരാൻ പറ. ക്യാമറ റെഡി അല്ലേ? ഇങ്ങോട്ട് വരാൻ പറയാ. റെഡിയോ? സാറേ പിന്നെ നമ്മൾ ഈ കൊറോണ മാനദണ്ഡങ്ങൾ മാനിച്ചിട്ട് കൊറോണയ്ക്ക് ശേഷം നമ്മൾ വർക്ക് ചെയ്യാണല്ലോ. അതെ. അപ്പൊ മുമ്പത്തെ പോലെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ആനന്ദങ്ങളൊന്നും കൂടുതലില്ല. ഞാനും ആളെ ഡ്രൈവറെ കൊടുത്തിട്ടില്ല. ഞാനും ഡ്രൈവറും ഇല്ല, വണ്ടിയില്ല. പിന്നെ അപ്പൊ അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മളൊരു 1000 പീപ്പിളെ വെച്ചാണ് നമ്മൾ തീർക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ആളൊന്നും ഇല്ല, 500 ഇല്ല, 5 ഇല്ല. മൊത്തത്തിൽ ഇപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാഫിക് വഴിയാണ് കേട്ടാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഞാനൊരു റൈറ്റർ മാത്രമേ ഉള്ളൂ. റൈറ്റർ മാത്രമല്ല, എന്റെ മുത്തശ്ശി മരിച്ചിട്ട് മരിപ്പറിയിക്കാൻ വന്ന. അപ്പൊ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടെ പോകേണ്ടി വരും. എന്നാ പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോകാൻ നേരത്തെ ഞാൻ പിടിച്ച് തീർത്തിരിക്കും. പറഞ്ഞിട്ടില്ല, മരണം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ തുടങ്ങി അവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ്. അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. പറയൂ, എന്തിനാണ് ഇത്രയും മുഖവുരകൾ? ബഡ്ജറ്റ് ഒന്ന് വെട്ടി കുറച്ച്. എനിക്ക് സ്വന്തമായിട്ടൊരു ബക്കറ്റ് വേണം. ബക്കറ്റ് അല്ല, ബഡ്ജറ്റ്. സിനിമയുടെ ബഡ്ജറ്റ് ഒരു 900 രൂപ ഡിഫറൻസ് ഉണ്ട്. സാമ്പത്തികം ഒരു 900 രൂപ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. റെഡിയാക്കും. മനസ്സിലാക്കേണ്ടത് സിനിമ രക്തത്തിൽ അലിഞ്ഞ ഒരാളാണ്. അല്ല, അത് അലിയാതിരിക്കുക ചെയ്യട്ടെ, അതല്ല ഞാൻ പറയണത്. ഈ 900 രൂപ ഒരു ചെറിയ സാറേ, വിഷ്ണുഗുപ്തൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. സാറിന്റെ പ്രശ്നം ഇപ്പൊ എത്രയല്ലേ ഉള്ളൂ? 1000 രൂപയിൽ 100 രൂപ പോകും. അല്ല 900 രൂപ കുറയും, 100 തരും. ഞാൻ പറഞ്ഞത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒന്നും മേടിക്കാതെ നിൽക്കുന്നുണ്ട്. അതെ, ഞാൻ ചോദിച്ചു വന്നാളാ. അതെ, ഇങ്ങോട്ട് കാശ് തരാന്ന് പറഞ്ഞ നമ്മൾ മേടിക്കില്ല. ഈ സിനിമയിലെ നായകനാണ് ഞാൻ ഡയറക്ടറാണ്. നിങ്ങൾ വേറെ ആളോ ചെയ്യണം. ചെയ്തോളാം, ഞാൻ ചെയ്തോളാം. ചെയ്യണം. മര്യാദ വേണ്ടേ? ഞാൻ പറഞ്ഞത് തരില്ല. സൂപ്പർ സ്റ്റാറിനെ വിളിച്ചു വരുത്തിയിട്ട് 100 ഉലുവയ്ക്കാനും അഭിനയിക്കാനും. ഇത് കൊറോണയ്ക്ക് ശേഷമുള്ളതാണ്. കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ പൈസ തരും. ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഞാൻ പോകുന്നു. പൊയ്ക്കോ, ഞാൻ പറഞ്ഞില്ലേ പൊയ്ക്കോ. പക്ഷെ ആ കോട്ടും ആ വിഗ്ഗും ഊരി വെച്ചിട്ട് പൊയ്ക്കോ. തന്നെ മുട്ടത്തലയിട്ട് അങ്ങ് റെഡിയാണല്ലോ. നായകന്റെ കോട്ട് പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കോട്ടും ആ വിഗ്ഗും ഊരി കൊടുത്തിട്ട് പുള്ളിനെ ഒന്ന് റെഡി ആയിക്കോളൂ. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്നതാണല്ലോ വിഷ്ണുഗുപ്തൻ. പ്രതിസന്ധികൾക്ക് ശേഷം ഒരു സിനിമ തുടങ്ങിയാണ്. ഞാൻ കാരണം ഒരു തടസ്സം വരാൻ പാടില്ല. ഓക്കേണോ? ഓ പിന്നല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യും. അപ്പൊ ഇതെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. നമ്മള് അതുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഫുഡിന്റെ. അതായത് നമ്മളിപ്പോ മെസ്സില്ലല്ലോ, നമുക്ക് ഫുഡ് കൊണ്ടുവരാനുള്ള ആളുമില്ല, വണ്ടിയില്ല, അവരൊന്നും ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കി എടുത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ്. വിളമ്പി തരാനും ബുഫേ അങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ എടുത്ത് കഴിക്കാറുണ്ടല്ലോ. നമ്മള് വയറ് അറിയണമെങ്കിൽ നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. അതെ, നമ്മൾ തന്നെ കഴിക്കണമല്ലോ. അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റില് അരി വെക്കണ കാര്യവും കൂടി ഒന്ന് ഞാനത് എങ്ങനെ പറയും എന്നാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സീൻ എഴുതി ചേർത്തിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ വിഷ്ണുഗുപ്തൻ ഇവിടെ അരി വെക്കാനാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു സാധനം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരി വെക്കുന്നു, അരി വെക്കണം. സിനിമയുടെ ഭാഗമായിട്ടൊക്കെ പോവല്ലോ. 100 രൂപ അഭിനയിക്കാൻ തരുന്നത്, പിന്നെ കഞ്ഞി കൊടുക്കണം അവിടെ. ശരി, കോട്ടും പിക്കും ഊരി വെച്ചിട്ട് പോയിക്കോളൂ. പിന്നെ ബാക്കിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ചെറിയ സ്ക്രിപ്റ്റിൽ ഒരു തിരുത്തി വരുത്തിയേക്ക്. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ക്യാമറ ഓൺ ആക്കിക്കോ. വേണ്ട, അങ്ങനെ ഓക്കെ. അരിയുണ്ട്, കഞ്ഞിയുണ്ട്, വിറകുണ്ട്, തീ ആര് കത്തിക്കും? ദീപം ഞാൻ തെളിയാം. ഇത് ഉദ്ഘാടനമല്ല, ഇത് അടുപ്പ് കത്തിക്കണാലും ദീപം തെളിക്കണാലും ദീപമാണല്ലോ. അത് ഞാൻ ചെയ്തോളാം. എന്റെ ഒരു ആഗ്രഹമാണ്. ചെയ്തോളാം, അത് ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ആവട്ടെ, അതും കൂടി അങ്ങോട്ട് ചെയ്തിട്ട് ക്യാമറ ഇതെല്ലാം കറക്റ്റ് അല്ലേ സാറേ? നമുക്ക് ആ ഇടിക്കുന്ന വില്ലന്റെ നമ്മൾ അവിടെ വെച്ചാണ് അതാണ് എടുത്തത്. അന്ന് തുടങ്ങി മറ്റേ ഞാൻ ഇടിച്ചു നിർത്തിയ 16 പേരെ ഇടിച്ചു നിർത്തിയ സംഭവമല്ലേ മേലോട്ട്. അവരവിടെ നിന്നോട്ടെ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ നിന്ന് തുടങ്ങും. അപ്പൊ തിരിച്ചു വിളിക്കവരെ തിരിച്ചു വിളിക്കണ്ട, അവർ അവിടെ പോട്ടെ. അപ്പൊ എനിക്ക് ഇരിക്കാൻ 16 പേരില്ല. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ ഇടിച്ചു നിർത്തുന്ന സമയത്ത് ഇവര് 16 പേരും തെറിച്ചു. വില്ലൻ 60 വയസ്സ് കഴിഞ്ഞ്, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ ആരെ ഇടിക്കും? ഇയാൾ ഇടിച്ച തിരിച്ചിടിക്കാത്ത നായകൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, എന്റെ പ്രേക്ഷകർക്ക് ഒരു സങ്കല്പമുണ്ട്. എന്റെ എല്ലാ പടത്തിലും ആളുകൾ വാരിട്ട് ഇടിക്കും. നമ്മളിപ്പോ ആ 60 വയസ്സ് കഴിഞ്ഞ ആളെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് പുള്ളിയുടെ കൂടെ 3-4 പേര് വന്നായിരുന്നല്ലോ, അവരെങ്കിലും പുള്ളിയുടെ കൂടെ വന്നവരെ പുള്ളിയാണ് വിളിച്ചത്. അപ്പൊ പുള്ളിനെ വിളിക്കാത്തതുകൊണ്ട് അവരുടെ മൊബൈൽ നമ്പർ പുള്ളി തരുന്നില്ല. ഞാൻ ആകെ പ്രതിസന്ധിയിലാണ്. കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കണേ. ക്യാമറ റെഡിയാക്കുക, നമുക്ക് ഇടി അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പടങ്ങളിൽ ഇടിച്ചെടുത്ത് തന്നെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് രണ്ടാമത് തുടങ്ങുന്നത്.
ഹലോ മേക്കപ്പ് മാൻ ഇല്ലേ ഇവിടെ? അപ്പൊ ഞാൻ നേരത്തെ വിഷ്ണുഗുപ്തനോട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കൊറോണ കാരണം നമ്മൾ ആളെ കുറച്ചു. മേക്കപ്പ് മാൻ ഇല്ല, നമ്മളുടെ കാര്യം നമ്മൾ നോക്കുന്നു. നിങ്ങൾ ആ ജീപ്പിന്റെ സൈഡിൽ ഒരു മിറർ ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നോക്കിയിട്ട് വാ. അതാണോ കണ്ണാടി? അല്ലാതെ വേറെ ആളില്ല. ഞാൻ കൊറോണ കഴിഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ലേ കൊറോണ. ഒരു കാര്യം, അഡ്ജസ്റ്റ്മെന്റ് ഒരു പരിധി ഉണ്ടേട്ടാ. കൊറോണയെ പിന്നെയും പറഞ്ഞ് മനസ്സിലാക്കി, കൊറോണത്തിന് ഒട്ടും പറഞ്ഞാൽ മനസ്സിലാവില്ല. ക്യാമറ റെഡിയല്ലേ? അല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോഴേ ഒരു നീലയാണ് കാണുന്നത്, ആകാശം. അത് ആകാശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആകാശം കാണും, നമ്മൾ താഴേക്ക് വെച്ച ആളെ കാണും. അല്ല, ഞാൻ തിരിച്ചു മറിച്ചും വെച്ചു ഒരു രണ്ട് മേഘം നിൽക്കും. ഇങ്ങനെ മേഘം. അല്ല, എനിക്കും നിങ്ങൾക്കും മാത്രമേ അറിയാവുള്ളൂ നിങ്ങൾ ആരാണ് ഞാൻ ആരാണെന്ന്. ഈ കല്യാണം അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കല്യാണ വീഡിയോ എടുത്തത് മാത്രമല്ലേ നിങ്ങൾക്ക് അനുഭവമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പറഞ്ഞു തരാം. അപ്പൊ സ്കൂട്ടർ കിട്ടിയല്ലേ? സ്കൂട്ടറിൽ പോയിട്ട് ആ ജീപ്പ് പോയെന്ന്. ആ ജീപ്പ്, അയ്യോ ആ ജീപ്പിനകത്താണ് സ്ക്രിപ്റ്റ് കിടക്കണത്. അതവിടെ ഒരു മിനിറ്റ്. അത് ക്യാമറ ഇല്ല, അത് ക്യാമറ റെഡിയാവുന്നില്ല. അതെ, നമ്മൾ ഇതിലൂടെ നോക്കണം. അതിനെ നോക്കിയപ്പോ കണ്ടത്. ഇതിലൂടെ നോക്കിയിട്ട് ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ തെളിയും. അപ്പൊ എനിക്കിരുന്ന് കാണാൻ പറ്റും. അല്ല, ഈ ക്യാമറയ്ക്ക് നോക്കിയപ്പോ കാണുന്നില്ല, ആകാശം കാണുന്നത്. ആകാശം ബ്ലൂ മാത്രമുള്ള കാണുന്നത് അല്ലേ? സാറേ, എന്റെ വയറൊന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തു നോക്കിയാ. ഞാന് അല്ലല്ല പൂനെയില് പൂനെയുടെ കാര്യമല്ല ഇത് പൂനെയുടെ കാര്യമല്ല, ഇത് ക്യാമറയുടെ കാര്യമാണ്. നീല ആ നീല വരുന്നത് വരാൻ പാടില്ല. അല്ല, നീല വരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല സാർ. ആകാശത്തിന് നീലനിറമാണ്, സാഗരത്തിന് നീലനിറമാണ്. അല്ല, മോഹൻലാലിന്റെ ഡയലോഗ് പറയാനല്ല ഞാൻ പറഞ്ഞത്. എടോ, നിങ്ങൾക്ക് ഇത് നോക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ. ഇത് ക്യാമറയുടെ കാര്യത്തിനകത്തേക്ക് ക്യാഷ് മുടക്കി ക്യാമറ എടുത്തു വെച്ച് എല്ലാവരും റെഡിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോ അയാൾ അരി വെക്കാന്ന് പറയാൻ പറഞ്ഞു. അത് നേരത്തെ പിന്നെ ക്യാമറ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ അയാളുടെ ചെയ്ത പോലാണല്ലോ. അല്ല, ഇത് ഞാൻ എന്തോ ചെയ്താണത്. ഒരു ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പോ അത് അവിടെ വെച്ച് നോക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കൊടുത്തിട്ടുള്ള ആളല്ലേ. നടക്കുമോ സാർ? ഇത് നടക്കാൻ വേണ്ടിയാണ് എല്ലാവർക്കും കയറി നോക്കാവുന്ന ഒരു സാധനമായിട്ട് മാറി ക്യാമറ. എന്തൊരു ഇത് കണ്ട, അതേ മാസ്ക് ഇടിപ്പിച്ച് തീർത്തിരിക്കും. ക്യാമറക്ക് മാസ്ക് ഇടാതെ നേക്കണം. ക്യാമറയുടെ മാസ്ക് എടുത്ത് ആദ്യം മാറ്റണ്ടേ, എന്നാലല്ലേ വിഷുവിൽ കാണുള്ളൂ. അത് പ്രധാനന്റെ ചെന്നൈന്ന് ഏത് പ്രതാപനാണെങ്കിലും സാധനം എടുത്താണ് മാറ്റി വർക്ക് തുടങ്ങും. അരിയുടെ കാര്യം നോക്കും. അത് ഞാൻ നോക്കിക്കോളാം. സാധനം റെഡിയാക്കും. അരി വെച്ചോ, അരി വെച്ചോ. ആ സീൻ ഇനിയിപ്പോ അടുത്ത നായിക വരുന്നത്. നായി വിളിച്ചു. നായിക വിളിച്ചോ സാർ. നായി വിളിച്ചു. എത്ര നേരം ഞാനൊരു ബദാം ഷേക്ക് ചോദിച്ചിട്ട് എന്തിയേ? അവിടെ നായകനാ. സീൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സീനില്ല. കൊറോണയ്ക്ക് ശേഷം ഇങ്ങനെ ആക്കി അരി പറ്റിക്കൊണ്ടിരിക്കുക. അതിനിടക്കാണ് ഈ ബദാമും കൊണ്ടുവന്നത്. അല്ല, ഇവിടുത്തെ ടച്ചപ്പ് എവിടെ? ടച്ചപ്പും കിച്ചപ്പും ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, കൊറോണ കാരണം നമ്മൾ ആളെ കുറച്ചു. നമ്മൾ കൊറോണ കാരണം ആളെ കുറച്ചു. അവനവന്റെ കാര്യം അവനവൻ നോക്കുക. അപ്പോൾ എന്തെല്ലാം കാര്യം നോക്കണം. ഏതെങ്കിലും സിനിമ നിങ്ങൾ നായകൻ അരി പറ്റുന്ന കണ്ടിട്ടുണ്ടോ? അല്ല, ഞാനിപ്പോ വായിക്കപ്പോ എന്ത് ചെയ്യും? അതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും എടുത്ത് വെക്കുക, പിടിക്കുക. സാമ്പാർ അവളെ കൊണ്ട് ഒപ്പിക്കണേ. സാമ്പാർ വന്ന പാടെ നമ്മൾ ഒരാളെ കൊണ്ട് പെട്ടെന്ന് ഒരു ജോലി കാര്യങ്ങൾ കൊടുക്കരുത്. പതുക്കെ വെപ്പിക്കാം. അരിയുടെ കാര്യം കറക്റ്റ് ചെയ്യും. ഞാൻ കഞ്ഞി വെക്കാനുണ്ട്. അരി കഴുകിട്ടോളും. ഞാൻ ചോദിക്കുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഒറിജിനൽ ക്യാമറമാൻ അല്ലല്ലോ സാറേ. അപ്പൊ ഈ നായകനും നായികയും കൂടെ വന്നിട്ട് കണ്ടുമുട്ടുന്ന ഒരു സീനാണ്. അതായത് നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ വെച്ചിട്ട് എടുക്കാന്ന് പറഞ്ഞ സീനാണ്. വെള്ളച്ചാട്ടം നടക്കണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ തുടങ്ങിക്കോളൂ. അപ്പൊ അരിയിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്ത് ഗുപ്തനാണ് വിഷ്ണുഗുപ്തൻ കഴുകി നന്നായിട്ട് ഇട്ടിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോളൂ. ഓക്കെ. ആ ഒരു ഡയലോഗ് പോർഷൻ ആണ് ആദ്യം എടുക്കുക. ഡയലോഗ് പോർഷൻ എടുത്തോളൂ. പറഞ്ഞു കൊടുത്തോളൂ. ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണേ. കൊറോണ ഒന്ന് പെട്ടെന്ന് വാ. വന്നോളൂ. എനിക്ക് അരി കഴിയണം. അരികി കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡയലോഗ്. അരി കഴിക്കൊണ്ട് തന്നെ പറഞ്ഞോളൂ അല്ലേ? ക്യാമറ റെഡിയാക്കുള്ളൂ. നിങ്ങൾ നോക്ക്. ആദ്യം ഒരു ട്രൈ എടുത്തോ. സാറേ ഇതെവിടെ എങ്ങനെ വെക്കും? ഇത് ഇങ്ങോട്ട് തിരിച്ചു വെച്ചോളൂ. അങ്ങോട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇവിടെ വെക്കൂ. ഇങ്ങോട്ട് വെച്ചോളൂ. ടച്ചപ്പ് ടച്ചപ്പ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട്. ആള് വരും. ടച്ചപ്പ് ഒന്നും വേണ്ടല്ലോ. ഭാഗ്യം. ആ കണ്ണാടി കാണിക്കും. അവിടെ നിങ്ങൾ ക്യാമറയാണെന്നുള്ള കാര്യം മറക്കരുത്. മേക്കപ്പ് മാനായിട്ട് മാറരുത്. അവിടെ മാറി നിന്നോളൂ. അത് അരി കഴിക്കൊണ്ട് തന്നെ ഡയലോഗ് എടുക്കും. പറഞ്ഞു അടുക്ക് വെള്ളച്ചാട്ടം ഉണ്ട്. അതൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട്. അത് മനസ്സിൽ കണ്ടു വേണം ചെയ്യാൻ. അത് ആക്ഷൻ ഡയലോഗ് അല്ലോടെ. എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയുന്നു. മതി. എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ റൊമാൻസ്. ഞാൻ നിന്നോട് പറഞ്ഞത് റൊമാൻസ് എന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ റൊമാൻസ്. നീ എന്നോട് പറയണം. റൊമാൻസ് രണ്ടുപേരുടെ മുഖത്ത് ഫേസ് ടു ഫേസ്. ശരി, റൊമാൻസ് അല്ലേ? അതെ. തന്തയ്ക്ക് വിളിച്ചെങ്ങനെ? നമ്മൾ എന്തായാലും തന്റെ സീൻ കാണുമ്പോൾ നമുക്ക് ഏതായാലും പടത്തിൽ വരുമ്പോൾ നമ്മൾക്ക് തന്തക്ക് വിളി കേൾക്കും. അതിനു മുമ്പ് ഇപ്പൊ അത് ശീലിച്ച് നിൽക്കുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് ഒരു മ്യൂസിക് വേണ്ടേ? അപ്പോഴല്ലേ ഒരു വികാരം നമ്മളിൽ ഉള്ളിൽ നിന്ന് ജനിക്കുള്ളൂ. റെഡി, വൺ മോർ ആക്ഷൻ. എന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ മുത്തശ്ശൻ മരിക്കുമ്പോൾ നീ എന്നോട് പറയണം. ഫേസ് ടു ഫേസ് റൊമാൻസ്. നിങ്ങൾ അത്ര അടുക്കാൻ പാടില്ല. അതിന്റെ അടുക്കാൻ പാടില്ല. നിങ്ങൾ തൊട്ടും തൊടിയിപ്പിച്ച് നിൽക്കരുത്. ഇത്
അത് തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സാർ? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെ റൊമാൻസ് വരുമ്പോ അത് നല്ല സീനായിരുന്നു, നല്ല ഗംഭീരമായിട്ട്. ഞങ്ങൾ ഒന്നും ചെയ്തില്ല, വെറുതെ ഇങ്ങനെ അരികളായിക്കൊണ്ടിരിക്കുക. പാത്രത്തിൽ നിങ്ങളും അവരുടെ പാത്രത്തിൽ ഒരുമിച്ച് കൈയിട്ടപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് മറന്നു പോയില്ലേ? അത് നായിക തൊട്ടൂടാ, ഞാൻ പറഞ്ഞതല്ലേ നായി അങ്ങനെ ടച്ച് ചെയ്ത് കളിക്കരുത്. നായിക തൊട്ടൂടാ. എനിക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കുന്നത്, നിങ്ങൾ എനിക്ക് തരുന്ന അഭിനയിക്കാൻ തരുന്ന 100 രൂപ ഇവിടെ ഞാൻ കഞ്ഞി വെക്കണം, നായിക തൊട്ടും കൂടാ, എനിക്ക് പിന്നെ എന്താ ലാഭം? എനിക്കെന്താ ലാഭം? നഷ്ടം എനിക്ക് മാത്രം. എന്റെ മാലയിൽ എടുത്ത് വെച്ചിട്ട് ഈ പണി കാണിക്കുന്നത്. ആർക്കും ഇതിനകത്ത് ലാഭമില്ല. ഇത് നടന്ന് കിട്ടിയെന്ന് എന്തെങ്കിലും ഏറ്റു എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളതിന് ലാഭം. നടക്കണ്ടേ, കൊറോണയല്ലേ, നമുക്ക് നടക്കണ്ടേ, ഷൂട്ട് നടക്കണ്ടേ? ഓക്കെ അല്ലേ? കട്ട് പറഞ്ഞ നന്നായി. ക്യാമറ ഓണാക്കില്ലായിരുന്നു. അപ്പൊ എന്നോട് പറയണ്ടേ, എന്നോട് ചോദിച്ചിട്ട് വേണ്ട സാറിയുമായി ഇതൊക്കെ വിളിച്ച് പറയാൻ. അവനെ എടുത്തില്ലത് ഈ മുടിൽ വേണ്ട, വേറെ മുടിൽ നമുക്കത് ചെയ്യാം. അപ്പൊ നമുക്കെന്നാ സാറേ, അപ്പൊ അത് ട്രോളിക്കകത്തല്ലേ എടുക്കുന്നത്? ട്രോളി വേണ്ടേ? ട്രാക്ക് ആൻഡ് ട്രോളിയിൽ വന്ന് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഫീലോട് കൂടി ചെയ്യണം. അരി വെക്കാൻ പോലും അറിയാത്ത ആളാണ് വന്നിട്ട്. നമുക്ക് ഈ സോങ് അങ്ങ് പോവാം സാറേ, ട്രാക്ക് ആൻഡ് ട്രോളിക്കകത്ത്. ട്രാക്ക് ആൻഡ് ട്രോളി ഫീലോട് ചെയ്യട്ടോ. ഓക്കെ, റെഡി? ഈ ഡയലോഗിന്റെ എൻഡ് പോർഷൻ ആണ് സാർ ഇത്. എന്റെ പോർഷൻ. ഈ ഡയലോഗിന്റെ എൻഡ് പോർഷൻ. അപ്പൊ എന്നോട് പറ എന്ന് പറഞ്ഞിട്ട് റെഡി 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 ക്യാമറ കയ്യിലെടുത്തോളൂ. പറ മുതൽ മതിയോ? മറ്റേ ഡയലോഗ് പറഞ്ഞ എനിക്ക് ആ ക്യൂ കിട്ടും. ഓ ശരി. റെഡി ആക്ഷൻ. നിന്റെ മുത്തശ്ശി മരിച്ചപ്പോൾ നീ എന്നോട് പറഞ്ഞ കാര്യം എന്റെ മുത്തശ്ശി മരിക്കുമ്പോൾ നീ എന്നോട് പറയണം. ആ. പറ പറ പറ. എന്താ അത്? എനിക്കറിയാലോ അത്. പറ എന്താ പറ. മരിച്ചു കഴിഞ്ഞാൽ പതിനാറില്ല. അയ്യോ ഡയലോഗ് അങ്ങനല്ല, ഐ ലവ് യു എന്ന് പറയണം. ഡൗൺ ഡൗൺ കട്ട്. ഇവിടെ നിന്ന് വാർക്കപ്പണി നടക്കണം. ഈ അറവാനെ കൊണ്ട് ഇവിടെ പോണത്. എടോ, അവിടത്തെ അടുത്ത വീട്ടിൽ വാർക്കപ്പണിയെങ്കിലും നടക്കണോണ്ട് ഈ സാധനങ്ങളും കിട്ടി. നമുക്ക് കൊറോണ കാരണം സാധനങ്ങൾ വൃത്തിക്കാൻ പറ്റില്ല, ആളുകളുടെ എണ്ണവും കൂട്ടാൻ പറ്റില്ല. ട്രാക്ക് ആൻഡ് ട്രോളി ആണത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണത്. നമുക്ക് ഒത്തിരി നമ്മൾ സഹിച്ചിട്ടാണ് ഈ ചുരുങ്ങിക്കൊണ്ടത് നാണക്കേടാണിത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ നടക്കുള്ളൂ. നമുക്ക് ജീവിക്കേണ്ട ബാക്കിയുള്ളവർക്കും. സാർ എന്നാ ലാസ്റ്റ് സീൻ, ഈ താലി എടുത്ത് കെട്ടുന്ന സീൻ, ഇത് നിങ്ങളുടെ റൊമാൻസ് കഴിഞ്ഞു, അതൊന്നും ഫീൽ ചെയ്യണ്ട. അതെ സാർ ഒരു കാര്യം മനസ്സിലാക്കണം, 100 രൂപയാണ് തരുന്നത്, നായിക തൊടാൻ പാടില്ല, കഞ്ഞി വെക്കണം, ഇടിക്കാൻ വില്ലന്മാരില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്റെ പ്രേക്ഷകരുടെ ഈ പാട്ട് സീനാണ്. ആ പാട്ട് സീൻ കഴിഞ്ഞാൽ താലി എടുത്ത് കെട്ടുന്നതാണ്. എടോ, അത് കയ്യടി കിട്ടണം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാഞ്ഞിട്ടാണ്. വിഷ്ണു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിക്ക്. പിന്നെ ഓ, അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് തരാന്ന് പറഞ്ഞാൽ നമ്മൾ തരും. റെഡി? ആ താലി കെട്ടുന്ന സമയമാണ്. സോങ് നിങ്ങൾ അകലം പാലിക്കണേ. ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടും ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും ഇതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മി നടുക്ക് വെള്ളച്ചാട്ടം ഉണ്ട്, നടുക്ക് വെള്ളച്ചാട്ടം. അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനവേ പൂവിടുന്നു നിൻ മുഖം. നിങ്ങൾ ആ അരി തിളച്ചാൽ കൂടി ഒന്ന് നോക്കിയേക്ക്. ഞാൻ ഇതിന്റെ 2 ഷോട്ട് അരിയുടെ കാര്യം റൊമാൻറ്റിക്കാണ്, അതൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അരിയുടെ കാര്യം കൂടി നോക്കും സാറേ. ഇപ്പൊ ഇനിയിപ്പോ ക്ലൈമാക്സ് അങ്ങ് ചെയ്തു സാറേ. ആ താലി കെട്ടും. അരി തിളച്ചാന്ന് കൂടി നോക്ക്. ഒരു ക്ലോസ് 2 ഈ കുട്ടിയുടെ എടുത്തേക്കട്ടെ. അത് എടുത്തു. വരി അവിടെ നിങ്ങളുടെ തിരിഞ്ഞു വരുന്ന സാധനം അരി എടുത്തു. അരി പിന്നെ തിരിഞ്ഞു വരുന്ന ഹിമ കണിക്ക തിരിഞ്ഞു വരുന്നു, അതൊന്ന് റെഡിയാക്കിയേക്ക്. ഓക്കെ. അവളോട് അവിടെ ഊതി കൊണ്ട് ചേർന്ന് ഈ സീൻ അവിടെ ഇങ്ങനെ അവിടെ അരി തിളക്കുന്നു. ഇവിടെ ഇത് ഓക്കെ, റെഡി? ഒന്ന് തിരിഞ്ഞു വന്നേക്ക്. ഓ തിരിഞ്ഞു വരാം. 1 ആക്ഷൻ. മതി 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 മതി. ഇനി ഈ തിരിയിൽ ഇവിടുന്ന് അങ്ങോട്ടും തിരിഞ്ഞേക്ക്. അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. അല്ല നായകൻ അവിടെ. അതൊക്കെ അവിടെ കിടന്നു. ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇതിന് അടുപ്പ് കൂതാനേ. സോങ്ങിൽ അപ്പൊ ഒരു ഇന്റിമസി കിട്ടും. ഇന്റിമസി ശരി. എന്നാ അത് ഇന്ന് തിളച്ചു വരുന്നു. ഓക്കെ, നായകൻ അരി വെക്കുന്നല്ലോ വിറക് കൂട്ടുന്നല്ലോ എന്നുള്ള സാധനത്തിൽ ചെയ്യും. റെഡി? അഫീൽ റെഡി? ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടും ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതും ഇതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്റെ കൺചിമ്മിടാതെ എൻ ജീവനേ. ഇനി താലി താലിയെടുത്ത സമയം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം കേട്ടെ. ഓക്കെ. അപ്പം ഈ വെള്ളക്കെട്ട് സാക്ഷി എടുത്ത് ഞാൻ തന്നെ താലി കെട്ടും. അതാണ് ഡയലോഗ്. ഇത് കഴിഞ്ഞ മിക്കവാറും വിഷ്ണുഗുപ്തനൊക്കെ നിൽക്കാൻ നേരം ഉണ്ടാവും കേട്ടോ.
അപ്പൊ ശ്രീ ഡയലോഗ് പറഞ്ഞിട്ട് താലി കെട്ടുന്നു. ഓക്കെ ഓക്കെ. ഡയലോഗ് എന്തിനാ പറയണത്? ഡയലോഗ് വേണ്ട, ഡയലോഗ് ഒത്തിരി പറഞ്ഞിട്ടുള്ളതല്ലേ. അല്ല, വെള്ളച്ചാട്ടം സാക്ഷിയായി ഞാൻ അവക്ക് താലി ചേർത്തു. ആരെങ്കിലും സാക്ഷിയായിരിക്കും, ആരും ഇല്ലാത്തതല്ലേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ഷൻ. ആകാശത്തിന് നീലനിറവും സാഗരത്തിന് നീലനിറവും ഉള്ളിടത്തോളം കാലം നിന്നെ ഞാൻ വിട്ടു. അല്ല സാറേ, താലിയൊന്നില്ല. ഒന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കണേ, വളരെ നോക്കണം. കെട്ടിട്ട് ക്ലൈമാക്സ് ആണേ. ഒരു മിനിറ്റ്, മാല ടൈറ്റ് ചെയ്തോട്ടെ. ആ ഓക്കെ ഓക്കെ. കിട്ടുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട്. ഓൾറെഡി റെഡി സാർ. ക്യാമറ ഓൺ. ആ ആക്ഷൻ. ആകാശത്തിന് നീലനിറം ആ സാഗരത്തിന് നീലനിറം. പറഞ്ഞു. ഇവയ്ക്ക് ഈ നീല നഷ്ടപ്പെടുന്നത് വരെ ആ നീ എന്റെ സ്വന്തമായി. ആ ആ ആ ആ കെട്ടിക്കോ. Fine. അയാള് മാല കൊണ്ട് പോയി. അയ്യോ, മാല കൊണ്ട് പോയാ? മാല കൊണ്ട് പോയി. അത് സാറല്ലേ പറഞ്ഞ പടം ഓടത്തില്ലെന്ന്. ഇപ്പൊ പടത്തിലെ നായകനല്ലേ ഓടിയല്ലോ.